2022-23 PFC തുടങ്ങി. 2022-23 കഴിഞ്ഞു, ഞങ്ങൾ തൊട്ടില്ല. 23-24 കഴിഞ്ഞു, ഞങ്ങൾ തൊട്ടില്ല. 24-25 ഞങ്ങൾ തൊട്ടില്ല. 25-26 എത്തിയപ്പോ MOU വെച്ചു. തുടർ നടപടി സ്വീകരിക്കില്ല. പിൻവാങ്ങാൻ ഞങ്ങൾക്ക് കഴിയും. ഈ അന്വേഷണം നടത്തി. ഇനി ഒരു വർഷമേ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം. 24-27 അവസാനിക്കുന്നതാണ് PM3. 22-23 തുടങ്ങി 26-27 അവസാനിക്കും. 22-21 ഞങ്ങൾ ചെയ്യില്ല. 23-24 ചെയ്യില്ല. 24-25 ചെയ്യില്ല. 25-26 MOU വെച്ചു. ഒരു നടപടിയും വേണ്ടമില്ല എന്ന് തീരുമാനിച്ചു. 26-27 ഒരു വർഷം നിങ്ങൾ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? പ്രതിപക്ഷത്തിരുന്നിട്ട് എന്താ കത്തിക്കാവുന്നത്? നിയമസഭയിലൊക്കെ മുഖ്യമന്ത്രി പിണറായി ഞാൻ ചോദിക്കുകയാണ് പറഞ്ഞിട്ടല്ലേ ചോദിച്ചത്. ഇപ്പൊ നട്ടെല്ല് ഇവിടെ പോയി. കേരളത്തിന്റെ മുഖ്യമന്ത്രി നട്ടെല്ല് നാഗപ്പൂര് കൊണ്ടുപോയി പണയം വെച്ചുകൊണ്ടാണ് കേരളം ഭരിക്കുന്നത്. നമ്മൾ നിങ്ങളെ തിരിച്ചുവിടുക. ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഞങ്ങൾ തിരിച്ചെടുത്തില്ലല്ലോ. ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് മന്ത്രിസഭ തീരുമാനമെടുത്ത് കത്തെഴുതിയിട്ട് ഞങ്ങൾ അധികാരത്തിൽ തുടർന്നല്ലോ. എന്റെ ഈ ഗവൺമെന്റ് നോക്കി വെച്ചിരുന്നോ? നിങ്ങൾക്ക് ഒരു വർഷം ധൈര്യമായി നിൽക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം നിങ്ങൾ BJP താല്പര്യത്തിന് വിധേയമാണ്. സത്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സത്യബോധം ചെയ്യുന്ന ഘട്ടത്തിൽ ആരും അന്നേയില്ല. തീർച്ചയായും ക്രിയാത്മക പ്രതിപക്ഷമൊക്കെ പ്രസംഗിക്കും, നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ അന്ന് വന്നേയില്ല. അന്ന് മുതൽ എല്ലാം ബഹിഷ്കരണമായി. ഞങ്ങള് പ്രതിപക്ഷം പോയിട്ടുണ്ട്. ചെന്നപ്പോ നോക്കുമ്പോ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലോചിക്കുകയാണ്. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു ഈ ഗവൺമെന്റ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു PM3 അറബിക്കടലിലേക്ക് എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞു ലീഗിന്റെ നേതാവ്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഡൽഹിയിൽ കണ്ടതിന് ശേഷം ഉണ്ടാക്കിയ ധാർമ്മിക അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്ഥാനത്ത് അടിയറ വെച്ചുകൊണ്ട് PM3 ഒപ്പിട്ടത് എന്ന് ആരോപിച്ചു. നിങ്ങൾ ഞങ്ങളുടെ ഒരു കാര്യമായിട്ട് ഫണ്ട് കുറവുള്ള പ്രശ്നം പരിഗണിക്കുന്ന ഒപ്പിട്ടതെങ്കിലും ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭ ചർച്ച ചെയ്തു. ഏകകണ്ഠമായി തീരുമാനിച്ചു. മന്ത്രിസഭ എല്ലാം ഏകകണ്ഠമായിട്ടാണ് കണക്റ്റീവായിട്ടാണ് നോക്കിയത്. PM3 മുന്നോട്ട് പോകേണ്ടതില്ല. എങ്ങനെ പിൻവാങ്ങാം? ഒരു കമ്മിറ്റി ഉപസമിതി ഇത് സംബന്ധിച്ച് പരിശോധിക്കാം എന്നാണ് ക്യാബിനറ്റ് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തതിന് ശേഷം PM3 നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കടുകു മണിയുടെ ചലനം പോലും നടപടി പോലും ആ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇപ്പോ കോൺഗ്രസിന്റെ MP രാജ്യസഭ MP JP നേതൃ ഒരു ചോദ്യം രാജ്യസഭയിൽ വായിച്ചിട്ടുണ്ട്. കുറിക്കാൻ എന്തെങ്കിലും ചോദിച്ചു. PMC കേരളത്തിൽ നടപ്പാക്കി അതിന് എത്ര ഫണ്ട് കിട്ടി? DYFIയുടെ ജില്ലാ സമ്മേളനങ്ങളുടെ കൂട്ടത്തിൽ അവസാനത്തെ സമ്മേളനമാണ് നടന്നത്. ആ സമ്മേളനത്തിൽ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു യുവതിയെ DYFIയുടെ ജില്ലാ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. ഈ ജില്ലാ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകം പരിപാലനം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് മോശമായില്ല എന്നുള്ള വർദ്ധിച്ച പ്രസംഗത്തിലാണ് നമുക്ക് മനസ്സിലായി. ചുരുങ്ങിയ വാക്കുകളിലൂടെയാണെങ്കിലും യുവജന പ്രസ്ഥാനത്തിന്റെ സംഭാവനകളെ പരാമർശിക്കുകയുണ്ടായി. ഇവിടെ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് വസീഫുണ്ട്. യുവജന പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പ്രതിപാദിക്കും. യുവത്വം ഇന്ന് ഇന്ത്യയിലാകെ വലിയ സംഭാവന നൽകിയിരിക്കുന്ന സന്ദർഭത്തിലാണ് DYFI സമ്മേളനം നടക്കുന്നത്. ഭയമായിരുന്നു രാജ്യത്തെ കുറച്ചു കാലമായി പിടിച്ചുകൊണ്ടിരുന്നത്. ഈ ഭയത്തിന്റെ നാളുകൾക്ക് അവസാനമില്ല എന്ന് കരുതിയിരുന്ന, നിരാശ പതുക്കെ പടർന്നുകൊണ്ടിരുന്ന ഒരു കാലത്തെ തിരിച്ചു പിടിച്ച് ഞങ്ങൾക്ക് ഭയമില്ല എന്ന് ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞ ധൈര്യമാണ് ഇന്ത്യയിലെ പുതിയ തലമുറ എന്നത്. കുട്ടികൾ കൊടിയ മർദ്ദനം വന്നപ്പോൾ പതറാതെ നൽകുകയാണ്. പോലീസിന്റെ അടിച്ചമർത്തൽ ഉപകരണങ്ങൾ, മുഖമുള്ള പോലീസ്, മുഖമില്ലാത്ത പോലീസ്,
പെൺകുട്ടികളെ തെരഞ്ഞെടുപ്പിക്കുന്ന പോലീസ് ഇതൊക്കെ വന്നിട്ടും 16 മിനിറ്റ് ചെയ്യാൻ വിദ്യാർത്ഥികൾ മൊബൈൽ കണ്ടിട്ട് ഒരു പെൺകുട്ടിയാണ് ഞാനെല്ലാം പിടിച്ച് അകത്തിട്ട് ഇടിക്കാൻ തുടങ്ങുന്ന വണ്ടിയുടെ കൈകൊണ്ട് വാഹനത്തിലെ തകർന്ന് നിർത്തിയിരിക്കുക. വണ്ടി ഇറങ്ങിയില്ല. അപ്പോഴേക്ക് ആളുകൾ ഇങ്ങനെ പറന്നു പോകുന്നു. അപ്പോഴാണ് ഇവിടെ ശാമ പറന്നു പോകുന്നത്. നിങ്ങളുടെ റസീദി നോക്കാതെ പറന്നു കൊടുക്കണമെന്ന് പറയുന്നയാൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടികളിങ്ങനെ നടന്നു നിർത്തി പോരാട്ടത്തിലേക്ക് വരികയാണ്. ഏഷ്യഘോഷിനെ പറ്റി പോലീസ് നേരെ AKG സെന്ററിലേക്ക് വരികയും ഐഷ്യഘോഷിന് എത്ര ജയിലിനകത്ത് ഇരച്ചുകയറിയ വർഗീയതയുടെ കോമരങ്ങൾ ആയുധങ്ങളുമായി ആക്രമിക്കപ്പെടും പിന്തിരിഞ്ഞോടാതെ പതറാതെ നിന്ന പുതിയ കാലത്തിന്റെ ഇന്ത്യയുടെ വിദ്യാർത്ഥി മുഖത്തിന്റെ പേരാണ് ഐഷ്യഘോഷ്. പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവും നൽകുന്ന കരുത്ത് ഏത് ഭരണകൂട ഉപകരണങ്ങളുടെയും അടിച്ചമർത്തലുകൾക്ക് മുമ്പിൽ ശിരസുയർത്തി നട്ടല് വളയാതെ നിൽക്കാനുള്ള കരുത്ത് അത് ഐഷ്യഘോഷ് മാത്രമാണ്. നിരവധി ഐഷ്യഘോഷുമായിട്ട് ഈ സമരത്തിന്റെ പ്രത്യേകത ഉറച്ച ശബ്ദത്തോടെയും എളിമയാത്ത രാഷ്ട്രീയ വ്യക്തതയോടെയും നിലയുറപ്പിച്ചതിൽ മഹാഭൂരിപക്ഷവും പെൺകുട്ടികളും യുവതികളുമാണ് എന്നതുകൂടി നാം പ്രത്യേകം കാണേണ്ടതുണ്ട്. ഈ കാലത്തിന്റെ പ്രത്യേകത കേരളത്തിൽ ചില പത്രവും അരിച്ച് പറക്കി പിറ്റേ ദിവസം നോക്കിയിട്ട് SFIയുടെ പേര് കണ്ടുപിടിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി. വളരെ സൂക്ഷ്മമായ പ്രൊഫഷണൽ മികവോടുകൂടി ആ പേര് മാത്രം അയാളുടെ ഒന്നാമത്തെ പത്രവും രണ്ടാമത്തെ പത്രവും ബോധപൂർവ്വം ഒഴിവാക്കി. ചില ചാനലുകളാണെങ്കിൽ അങ്ങനെ സംഭവമേ ഇന്ത്യയിൽ കഴിഞ്ഞ 8 മമ്മൂമാർ വന്നതാണ് എന്നതുപോലെ അവതരിപ്പിച്ച ചാനലുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ സമരം തട്ടിക്കൊണ്ടപ്പോൾ നീതി പുസ്തകത്തിൽ അന്ന് ഇന്ത്യയിലെമ്പാടും SFI ആ പ്രശ്നമിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി ചീഫ് അദ്ദേഹം ഈ സമരം തട്ടിക്കൊണ്ടപ്പോൾ പറഞ്ഞു, ഈ വീഡിയോ കാണാൻ എനിക്ക് നേരില്ല. ഈ രാജ്യത്തിന് ചരിത്രമുണ്ട്. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലേക്ക് ഒരു പോസ്റ്റുകാരനകത്ത് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ഇന്ത്യ എന്നെഴുതി അയച്ച പരാതി, ആ പരാതി വായിക്കാൻ സമയമുണ്ടായി. വായിച്ചു നോക്കി ആ പരാതിക്കകത്ത് കാപ്പുണ്ട് എന്ന് കരുതി കണ്ടെത്തിക്കൊണ്ട് റിട്ടുഹർജിയായി പരിഗണിച്ചുകൊണ്ട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതുതാൽപര്യ ഹർജികളുടെ തുടക്കമിട്ട സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി. ജസ്റ്റിസ് PN ഭഗവതിയും ജസ്റ്റിസ് BR കൃഷ്ണയ്യരും കടലാസിനകത്ത് കാടിനകത്ത് ഒരു മതി പോലും വായിക്കാൻ സമയമുണ്ടായിരുന്ന ഈ രാജ്യത്തിന്റെ ഉന്നത നീതിപീഠനകത്തെ ഭൂപുരത്തിന്റെ ഔന്നത്യമുള്ള മഹാരഥന്മാരായ നീതിപീഠത്തിനകത്തിരുന്ന ന്യായാധിപന്മാർ. അതാണ് ഇന്ത്യയുടെ ചരിത്രം. അപ്പോഴാണ് പുതിയ ചീഫ് ജസ്റ്റിസ് തിരുത്തി അത് ഇടയ്ക്കിടയ്ക്ക് തിരുത്തുന്നത് അത്രയും മോശം. ഈ സമയം കത്തിപ്പുറത്ത് CJP വന്നു. ആ പ്രയോഗത്തിലാണ് വന്നത്. കൂടുതൽ പാർട്ടികൾ എന്ന് പറഞ്ഞെങ്കിലും കത്തിപ്പുറത്ത് സമരം ജൂൺ 6 ജന്തർ മന്ദറിൽ സമരം ആരംഭിച്ചു. ജൂൺ 6 ജന്തർ മന്ദറിൽ സമരം ആരംഭിക്കും. അഭിജിത് DKയുടെ തൊട്ടപ്പുറത്ത് വരുന്ന സഖാവിന്റെ പേരാണ് ഐഷ്യഘോഷ്. SFI AISF ഐസ അവരുടെ പന്തലുകളും ഇരുവശത്തും ഉയർന്നു. അവിടെ മലയാളിയായ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് നിരാകര സമരം ആരംഭിച്ചു. ഇതിനോടൊപ്പം ചേർന്നുകൊണ്ട് കുറ്റം പറയുന്നത് ജൂൺ 6 സമരം പറഞ്ഞപ്പോൾ ജൂൺ 17 ഓർമ്മ രാജസ്ഥാനിലെ കോട്ടയിൽ രാഹുൽ ഗാന്ധി പ്രത്യേക സമയം അദ്ദേഹത്തെ തനിക്ക് വിദേശത്തേക്ക് പോകാൻ പോയിട്ട് എന്ന് വരുമെന്ന് പിടികിട്ടി പ്രത്യേക സമയമാണ്. അതുകൊണ്ട് പിന്നെ 10, 14, 17 പ്രയാഗ, പാറ്റ്ന, ഡൽഹി 3 രാജ്യത്തെ കോൺഗ്രസ് വലിയ സമരം നീതി സമരമാണ്. നീതി പുസ്തകം ബന്ധപ്പെട്ടു ഇദ്ദേഹം എവിടെയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 3 സമരം മാറ്റിവെക്കേണ്ടി മാറ്റിവെക്കേണ്ടി വന്നു. തിരിച്ചു വരാൻ പറ്റാത്ത എന്തെങ്കിലും തിരക്ക് വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ടായിരിക്കും 3 റാലി മാറ്റിവെച്ചു. 3 രൂപ പ്രയാഗയിൽ മാറ്റിവെച്ചു, പാറ്റ്നയിൽ മാറ്റിവെച്ചു, ഡൽഹിയിൽ മാറ്റിവെച്ചു. പിന്നെ 17-ാം തീയതിയാണ് അദ്ദേഹം തിരിച്ചെത്തിയിട്ട് ജൂലൈ 17 സമരത്തിലേക്ക് വരുന്നത്. 20 ഇന്ത്യ കത്തി ഡൽഹിയിൽ ഇരമ്പിയാത്ത യവനും പോലീസുമായി നേരത്തെ മുഖാമുഖം ഏറ്റുമുട്ടി.
പോലീസിന്റെ അടിച്ചമർത്തൽ ഉപകരണങ്ങളെയാണ് അതിജീവിച്ചുകൊണ്ട് ജന്തർ മന്ത്രിൽ നിന്ന് വിദ്യാർത്ഥികൾ യുവാക്കൾ ഒന്നു ചേർന്നുകൊണ്ട് പാർലമെന്റിലേക്കുള്ള മാർച്ച്, ആ പാർലമെന്റിലേക്കുള്ള മാർച്ച് ഇന്ത്യയിലേക്കുള്ള മുഴുവൻ പോരാട്ടങ്ങൾക്ക് അഗ്നി പടർന്നു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾ യുവാക്കൾ നടത്തുന്ന പോരാട്ടങ്ങളോട് കണ്ടുചേർന്ന് കർഷകരും തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവർ തെരുവിലേക്ക് ഇറങ്ങി. ആ ഘട്ടത്തിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഒരു സമരത്തിലേക്ക് പോയി. 20-ാം തീയതി പിറ്റേ ദിവസം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക്. അന്ന് മുതൽ വന്നത് അഭിനന്ദനാർഹമാണ്. മറ്റു തരക്കാരും വരാത്തതൊന്നും നമ്മൾ പ്രത്യേക എടുത്തു പറയാത്ത ഈ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അന്ന് മുതൽ വന്നു കാരണം പ്രതിപക്ഷ നേതാവാണ്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വരുന്നത് നല്ലത്. ഒന്നിച്ച് വരുമ്പോ അതിന് കരുത്തുണ്ടാകും. ഒന്നിച്ച് നിൽക്കേണ്ടതുണ്ട്. എന്നാൽ കടുത്ത മർദ്ദനങ്ങൾ പോലീസും വിവിധ സംസ്ഥാനങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾക്കെതിരെ നേരിട്ടപ്പോ ആദ്യം മാറുമെന്ന് സുപ്രീം കോടതി അതിനകത്ത് റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് ആവശ്യപ്പെട്ട സംസ്ഥാനങ്ങളുടെ പേര് ഞാൻ ആദ്യമായിട്ടൊന്ന് ഫേസ്ബുക്കിൽ ഇടാൻ തീരുമാനിച്ചപ്പോൾ ഒരു മാധ്യമത്തിൽ പ്രത്യേകം പറയുന്നത് ഒന്നുകൂടി വായിച്ചു. അപ്പൊ അതിനകത്ത് കിടക്കുകയാണ് കേരളം, മധ്യപ്രദേശും ഗുജറാത്തും അതുപോലെ മഹാരാഷ്ട്രയും ബീഹാറും ഉൾപ്പെടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ 100-ലധികം കേസുകൾ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ BJP ഇവരെ സംസ്ഥാന ഗവൺമെന്റുകളൊന്നും ഒരു കേസും ചർച്ചയില്ല. കേരളത്തിന്റെ വിവിധ ജില്ലാ കേന്ദ്രങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾ നടത്തിയ യുവജനങ്ങൾ നടത്തിയ സമരങ്ങളെയെല്ലാം അടിച്ചമർത്താൻ ജനപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുക മാത്രമല്ല കേസുകളാകെ ചർച്ച ചെയ്തു. അത്തരം സമരങ്ങളാണെങ്കിൽ വേറെ നമ്മുടെ എറണാകുളത്ത് ഈ റെസിഡൻസ് ഒരു ബസ് 3 സ്ഥലത്തിലെ അവിടെ വേറെ കുറച്ച് ആളുകൾ ചേർന്ന് പാട്ടും ഒപ്പം എല്ലാം ഒഴിവാക്കാൻ ചിരിച്ചിട്ടുള്ളൂ. അവർക്കെതിരെ കേസ്. എനിക്കോട് BJP സർക്കാരിന് കൂടെ അവരുടെ കേസ് അതിൽ കേരളം യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിൽ ഈ കഴിഞ്ഞ 2.5 മാസം കൊണ്ട് നടന്ന കാര്യങ്ങളിൽ വിശദീകരിക്കാൻ ഒരു ദിവസം നിന്ന് പ്രസംഗിക്കാനും മതിയാകാറുള്ളൂ. ഡൽഹിയിൽ ഇരമ്പിയാർന്ന പോരാട്ടം, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും പടർന്നു കയറിയ പോരാട്ടം, അതിനടിച്ചമർത്താൻ ഭരണകൂടത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊപ്പമുള്ള ഏക പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. നേരത്തെ മലയാളി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും ചെല്ലുമ്പോൾ അഭിമാനപൂർവ്വം ശിരസ് ഉയർത്തിക്കൊണ്ടിരുന്നു. മതനിരപേക്ഷതയുടെ പ്രതിരോധത്തിന്റെ ഒരു ബദൽ രൂപമായി കേരളത്തിനകത്ത് ഒരു സർക്കാരുണ്ട് എന്ന ആത്മവിശ്വാസം ഇന്ത്യയിലേക്ക് എമ്പാടും പകരാൻ മലയാളി സമൂഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ പതേ മലയാളി അപമാനഭാരത്താൽ ശിരസ് കുനിച്ചു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ഈ സമരഘട്ടത്തിൽ എത്തിച്ചു ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ. പൂർണ്ണമായും BJPക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന സർക്കാർ. നിങ്ങൾ പ്രതിപക്ഷം തിരിക്കുമ്പോൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഈ ഭരണം കിട്ടിയതിനു ശേഷം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? മാധ്യമങ്ങളിൽ നിങ്ങൾ മാറ്റുന്നുണ്ടല്ലോ നിലപാടുകളിൽ ഏതെങ്കിലും ഒരു നിലപാട്. പ്രതിപക്ഷം തിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നിലപാട് പകരം എന്താണോ BJP പറയുന്നത്, എന്താണ് യൂണിയൻ ഗവൺമെന്റ് പറയുന്നത്, അത് പൂർണ്ണമായും നടപ്പിലാക്കാൻ ഒരു മടിയുമില്ലാത്ത സർക്കാരായി ഇവിടെ സർക്കാർ മാറിയില്ലേ. നേരത്തെ നമ്മൾ പറയുന്നത് BJPയുടെ B ടീമാണ്. B ടീമാണ് ഒറിജിനൽ BJP ടീമായിട്ട് മാറി. നോക്കൂ, ഇന്ന് UDF-ന്റെ യോഗം കഴിഞ്ഞപ്പോൾ UDF-ന്റെ കൺവീനർ പറയുകയാണ് PMC കൊടുക്കണം, വിദ്യാഭ്യാസ മന്ത്രി PMC കൊടുക്കണം. ഇവിടെ നേരത്തെ ഞങ്ങൾ ഇരിക്കുന്ന സന്ദർഭത്തിൽ 25-ൽ അപ്പൊ പറഞ്ഞ പ്രശ്നങ്ങൾ വെച്ചിട്ട് വകുപ്പ് തലത്തിൽ ഉദ്യോഗസ്ഥർ MOU കുറിച്ച് ധാരണാപത്രം ഒപ്പുവെച്ചപ്പോൾ വലിയ വിവാദം വന്നു. RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ പോകുന്നു ഈ ഗവൺമെന്റ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു PMC അറബിക്കടലിലേക്ക് എറിഞ്ഞു കളയുമെന്ന് പറഞ്ഞു ലീഗിന്റെ നേതാവ്.
പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും ഡൽഹിയിൽ കണ്ടതിന് ശേഷം ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്ഥാനത്ത് അടിയറ വെച്ചുകൊണ്ട് PMCയിൽ ഒപ്പിട്ടത് എന്ന് ആരോപിച്ചു നിങ്ങൾ. ഞങ്ങളുടെ ഒരു കാര്യമായിരിക്കും ഫണ്ട് കുറവുള്ള പ്രശ്നം പരിഗണിക്കുന്ന ഒപ്പിട്ടതെങ്കിലും ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് മന്ത്രിസഭ ചർച്ച ചെയ്തു, ഏകകണ്ഠമായി തീരുമാനിച്ചു. മന്ത്രിസഭ എല്ലാം ഏകകണ്ഠമായിട്ടാണ് കണക്റ്റീവായിട്ടാണ് നോക്കിയത്. PMC മുന്നോട്ട് പോകേണ്ടതില്ല. എങ്ങനെ പിൻവാങ്ങാം? ഒരു കമ്മിറ്റി ഉപസമിതി ഇത് സംബന്ധിച്ച് പരിശോധിക്കാം എന്നാണ് ക്യാബിനറ്റ് തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തതിന് ശേഷം PMC നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കടുകു മണിയുടെ ചലനം പോലും നടപടി പോലും ആ ഗവൺമെന്റ് സ്വീകരിച്ചില്ല. ഇപ്പോ കോൺഗ്രസ് MP രാജ്യസഭ MP ജെപി മേത്ത ഒരു ചോദ്യം രാജ്യസഭയിൽ PMC കേരളത്തിൽ നടപ്പാക്കി അതിന് എത്ര ഫണ്ട് കിട്ടി? അപ്പൊ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് കേരളം ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ ചോദ്യമല്ല, കോൺഗ്രസ് MP-യുടെ ചോദ്യം. ഇപ്പൊ ഡൽഹിയിൽ ഈ അടിച്ചമർത്താൻ വരുന്ന പോലീസിനോ ഇവര് ഇത് വളരെ നെഞ്ചുറപ്പോടുകൂടി വിളിക്കുന്ന പാർലമെന്റ് അംഗങ്ങളില്ലേ? തിരുവോട്ടാസും മൃഗീയവും രാധാകൃഷ്ണനും ശിവദാസും ഒക്കെ ഇവരുടെ പാർലമെന്റ് അംഗങ്ങൾ. അവർ പ്രധാനസഭ ബ്രിട്ടാസ് ഉൾപ്പെടെ പാലം എന്നൊക്കെ പറഞ്ഞ് BJP-യുമായ പാലം എന്നൊക്കെ അധിക്ഷേപിച്ചില്ലേ? ഇപ്പോ പാർലമെന്റിൽ കൊടുത്ത നടപടിയും മറുപടി ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഞാൻ ശ്രദ്ധിച്ച ഉത്തരം വായിച്ചു. അതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു പരാമർശമുണ്ട്. തമിഴ്നാട് ഒപ്പുവച്ചിട്ടില്ല MOU. തമിഴ്നാടിന് വിശാലമായ താല്പര്യവും കുട്ടികളുടെ ഭാവിയും പരിഗണിച്ചുകൊണ്ട് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു. കേരളം MOU ഒപ്പുവച്ചു, ഒരു തുടർ നടപടിയും സ്വീകരിച്ചിട്ടില്ല. എന്നാൽ തമിഴ്നാട് ചെയ്ത പോലെ അതേ വാദന വിശാല താല്പര്യവും കുട്ടികളുടെ ഭാവിയും പരിഗണിച്ചുകൊണ്ട് കേരളത്തിനും ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. PMC-യുടെ അല്ല, വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി SSC-യുമുണ്ട്. രണ്ടുപേരെ ഒപ്പുവയ്ക്കാത്ത തമിഴ്നാടിനും ഒപ്പുവെച്ചിട്ട് നടപടി സ്വീകരിക്കാത്ത കേരളത്തിനും ഒരേപോലെയാണ് കേന്ദ്രം പരിഗണിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് UDF-ന്റെ നേതാവ് പറയുന്നു, മുഖ്യമന്ത്രി പറയുന്നു, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു, വേറൊരു വഴിയില്ല. 2022-23 PMC തുടങ്ങി. 2022-23 കഴിഞ്ഞു, ഞങ്ങൾ തൊട്ടില്ല. 23-24 കഴിഞ്ഞു, ഞങ്ങൾ തൊട്ടില്ല. 24-25 ഞങ്ങൾ തൊട്ടില്ല. 25-26 എത്തിയപ്പോ MOU ഒപ്പുവെച്ചു, തുടർ നടപടി സ്വീകരിച്ചില്ല. പിൻവാങ്ങാൻ ഞങ്ങൾക്ക് കഴിയും. ഈ അന്വേഷണം നടത്തി. ഇനി ഒരു വർഷമേ ഉള്ളൂ ഈ സാമ്പത്തിക വർഷം. 24-27 അവസാനിക്കുന്നതാണ് PMC. 22-23 തുടങ്ങി 26-27 അവസാനിക്കും. 22-21 ഞങ്ങൾ ചെയ്യില്ല. 23-24 ചെയ്യില്ല. 24-25 ചെയ്യില്ല. 25-26 MOU ഒപ്പുവെച്ചു, ഒരു നടപടിയും വേണ്ടമില്ല എന്ന് തീരുമാനിച്ചു. 26-27 ഒരു വർഷം നിങ്ങൾ ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും? പ്രതിപക്ഷത്തിരുന്നിട്ട് എന്താ കത്തിക്കുന്നത്? നിയമസഭയിലൊക്കെ മുഖ്യമന്ത്രി പിണറായി ഞാൻ ചോദിക്കുകയാണ്, പറഞ്ഞിട്ടല്ലേ ചോദിച്ചത്. ഇപ്പൊ നട്ടെല്ല് ഇവിടെ പോയി. കേരളത്തിന്റെ മുഖ്യമന്ത്രി നട്ടെല്ല് നാഗപ്പൂര് കൊണ്ടുപോയി പണയം വെച്ചുകൊണ്ടാണ് കേരളം ഭരിക്കുന്നത്. നമ്മൾ നിങ്ങളെ തിരിച്ചുവിടുമോ? ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഞങ്ങൾ തിരിച്ചുവിട്ടില്ലല്ലോ. ഞങ്ങൾ തീരുമാനമെടുത്തിട്ട് മന്ത്രിസഭ തീരുമാനമെടുത്ത് കത്തെടുത്തിട്ട് ഞങ്ങൾ അധികാരത്തിൽ തുടങ്ങല്ലോ. എന്റെ ഈ ഗവൺമെന്റ് നോക്കി വെച്ചിരുന്നോ? നിങ്ങൾക്ക് ഒരു വർഷം ധൈര്യമായി നിൽക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? കാരണം നിങ്ങൾ BJP താല്പര്യത്തിന് വിധേയമാണ്. സത്യപ്രതിജ്ഞ ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ ആരും വന്നേയില്ല. ക്രിയാത്മക പ്രതിപക്ഷത്തൊക്കെ പ്രസംഗിക്കും, നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ അന്ന് വന്നേയില്ല. അന്ന് മുതൽ എല്ലാം ബഹിഷ്കരണമായി. ഞങ്ങള് പ്രതിപക്ഷം പോയി തന്നു. ചെന്നപ്പോ നോക്കുമ്പോ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലോചിക്കുകയാണ്. 3-2 ഭൂരിപക്ഷത്തോടെ
ഇന്ത്യക്ക് വന്ന അപമാനകരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന രൂപത്തിൽ അധികാരത്തിൽ വന്ന ബംഗാളിലെ മന്ത്രിസഭ പ്രധാനമന്ത്രി എല്ലാവരും പങ്കെടുക്കുന്ന ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പൂർണ്ണമായും ആലപിക്കാത്ത വന്ദേ മാതരം ഇവിടെ പൂർണ്ണമായിട്ട് ആലപിച്ചു. ഞങ്ങളുടെ സന്ദർഭത്തിൽ 5 വർഷവും ഗവർണർ അവളെ വായിക്കാൻ കിട്ടും. ഇത് കൊടുത്താൽ തിരിച്ചില്ല, ഇന്ന് മാറ്റണം മതി. ഞങ്ങൾ പറയും മാറ്റില്ല, മന്ത്രിസഭ അംഗീകരിച്ചില്ല. മന്ത്രിസഭ അംഗീകരിച്ച് ഗവൺമെന്റിന്റെ നയം മന്ത്രിസഭയുടേതാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാനത്തില ജനാധിപത്യമാണ്. ജനാധിപത്യം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെയുമാണ്. നോമിനേറ്റ് ചെയ്ത ഗവർണർമാരുടേതല്ല. അതുകൊണ്ട് മന്ത്രിസഭയുടെ നയം ഗവർണർ വായിക്കണം. ഞങ്ങൾ അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിച്ചു. ഗവർണർമാർ ചിലത് വിട്ടുകളുണ്ട്, ചിലത് വായിക്കാതിരുന്നു. സംഘർഷങ്ങളുണ്ടായി. നിയമസഭ കൂടുമ്പോൾ തലേ ദിവസം ഒരു ഐക്യാതിരിക്കും അത്രമാത്രം സംഘർഷാവസ്ഥ കേരളത്തിനകത്തുണ്ടായി. നോക്കി ആരാണ് എഴുതിയെന്നത് സംശയം. രാജഭവന് കൊടുത്തത് മന്ത്രിസഭയിൽ വച്ചിട്ട് അവിടെ അംഗീകരിച്ചതാണ് എന്നാണ് ശരിക്കും നമ്മൾ സംശയിക്കുന്നത്. ഇവരെഴുതിയതല്ല, നയം രാജഭവൻ എഴുതി. രാജഭവൻ എഴുതി മന്ത്രിസഭ വന്നിട്ട് ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ വായിക്കണമെന്നുണ്ട്. ഒരു ചെറിയ വാക്ക്, ഒരു ചെറിയ വാക്ക്, ആർമാരം പോലൊരു വാക്ക് ഉണ്ടായിരുന്നോ? ഒരു വാക്ക്. ഇപ്പോ വൈസ് ചാൻസലർമാർ 2 പേര് വെച്ചത് MD വെച്ചു, കാർഷിക സർവകലാശാല വെച്ചു. രണ്ടും BJPയുടെ ഒപ്പം നിൽക്കുന്ന സംഘടനയുടെ നേതാക്കന്മാർ. എല്ലാ ബുധനാഴ്ചയും അടങ്ങുന്ന ഉറപ്പിക്കാറുണ്ട് മുഖ്യമന്ത്രി. എല്ലാ ബുധനാഴ്ചകളിലും മർമ്മരം പോലെയെങ്കിലും ഈ ഗവൺമെന്റ് ചാൻസലർ സ്വീകരിച്ച ഏകപക്ഷീയമായ ഈ നിയമനത്തിൽ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന് മർമ്മരം പോലെ പറഞ്ഞിട്ടുണ്ടോ? കൽപ്പിച്ച് പറയണ്ട, കനത്ത ശബ്ദത്തിൽ പറയണ്ട, ശബ്ദം കാട്ടി പതിഞ്ഞ ശബ്ദത്തിൽ മർമ്മരം പോലെയെങ്കിലും പ്രതിഷേധത്തിന്റെ ചെറിയ ഒരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും ദിവസമായി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഗുസ്തി പിടിക്കാൻ ഞങ്ങളില്ല. ഞങ്ങളെന്താ ഗുസ്തി ചാമ്പ്യനൊക്കെ പോയി ഗുസ്തി. ഞങ്ങൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി തർക്കിക്കാമല്ലോ. ഞങ്ങൾ RSSനെ അവരുടെ താല്പര്യങ്ങളെ തിരികെ കേൾക്കാൻ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തിരികെ കേൾക്കാൻ ശ്രമങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും. നിങ്ങൾ പൂർണ്ണമായി കീഴടങ്ങുന്നു. ഇപ്പൊ സിന്ധിക്കേറ്റ് രാജ്യഭവനിൽ കാത്തിരിക്കുന്ന കോൺഗ്രസിന്റെ എല്ലാ സിന്ധിക്കേറ്റും നോക്കിക്കോളൂ, അക്കാദമിക സമിതി നോക്കിക്കോളൂ. എല്ലാ അക്കാദമിക സമിതികൾക്കിടക്കും സംഘപരിവാര താല്പര്യമുള്ള ആളുകൾ തിരികെ കയറ്റിയില്ലേ? യഥാർത്ഥത്തിൽ നേതാവ് പറഞ്ഞിരുന്നു 30 സീറ്റ് കിട്ടിയ 35 സീറ്റ് കിട്ടിയ കേരളം ഞങ്ങൾ പിടിക്കുന്നു പറഞ്ഞെങ്കിൽ ഇപ്പൊ 3 സീറ്റ് കിട്ടുമ്പോ തന്നെ ശരിക്കും ഭരിക്കുന്നത് BJP ആണെന്ന രൂപത്തിലേക്ക് കേരളം മാറി. പൂർണ്ണമായും വരുന്നത് മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം കേന്ദ്രത്തിന്റെ നിയമവും പക്വം ഭേദഗതി നിയമം. ആ നിയമത്തിനകത്ത് മിനിമം 2 മുസ്ലിം അല്ലാത്ത ആളുകൾ പക്വം കൂടി വേണം. നേരത്തെ മുസ്ലിം അല്ലെങ്കിൽ അയോഗ്യതയായിരുന്നു. ആ മുസ്ലിം എന്നുള്ളത് അയോഗ്യത പട്ടികയിൽ മാറ്റി. ആ മുസ്ലിം അയോഗ്യതയല്ല, 4 അംഗങ്ങൾക്ക് മാത്രമേ മുസ്ലിം അല്ലെങ്കിൽ അയോഗ്യതയുള്ളൂ. 7 പേർ വരെ മുസ്ലിം അല്ലാത്തവരാകാം. സുപ്രീം കോടതി തൽക്കാലം മാക്സിമം 3 പാടുള്ളൂ. അവസാനം വിധി വരാനേ ഉള്ളൂ. കേരളം ശക്തമായ നിലപാട് സ്വീകരിച്ചു. കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി, അമ്പത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചു. നമ്മുടെ സെക്യുലർ കാഴ്ചപ്പാട് അഭിജിതിലാണ്. ഇസ്ലാമിക മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ അമ്പത്തിനെ ഉൾപ്പെടുത്തുന്നത് യുക്തിരഹിതമാണ്. ആ നിലപാട് കേരള നിയമസഭ ഏകകണ്ഠമായി അംഗീകരിച്ചു. അതിനെ തുടർന്ന് കേരളം സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്നു. കക്ഷി ചേർന്നപ്പോൾ കേരളം പറഞ്ഞു 3 കാര്യങ്ങൾ ഞങ്ങൾ ഈ 14 വകുപ്പിൽ പൂർണ്ണമായും നിൽക്കുന്നു. ഇപ്പൊ നാളെ ദേവസ്വം കാര്യത്തിൽ ഹിന്ദുക്കൾ എല്ലാ താരങ്ങളുണ്ടായിരിക്കും.
പാരീസ് കമ്മിറ്റിയിൽ ഹിന്ദു മുസ്ലിമും വേണമെന്ന് സ്ഥിതി ഇപ്പൊ തന്നെ വിദേശമാനത്തിന്റെ കാര്യത്തിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം ഭരണഘടനയുടെ 14, 25, 26 മൗലികാവകാശങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ എതിർക്കുന്നു. സുപ്രീം കോടതിയിൽ കേരളം അതിശക്തമായ നിലപാട് സ്വീകരിച്ചു. കേസ് 25 ഓഗസ്റ്റ് 25 പരിഗണിക്കാൻ. അപ്പൊ കേരളം ഇപ്പൊ സ്വീകരിച്ച നിലപാട് ഞങ്ങൾ പൂർണ്ണമായും എന്താണോ നിയമം പറയുന്നത് അതനുസരിച്ച് ബോർഡ് പുനഃസംഘടിപ്പിക്കാം. സുപ്രീം കോടതിയിലെ കേസ് മുഖ്യമന്ത്രി പറയാണ് ഞങ്ങൾ കോടതി കേസ് നൽകണമോ, 4 കേസ് നിങ്ങൾ തള്ളണമോ. കേസിലെ വാദി ആവശ്യപ്പെട്ട കാര്യം പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് റെസ്പോണ്ടന്റ് പറഞ്ഞ കേസ് തള്ളാതെ പ്രത്യേകം പറയേണ്ട കാര്യം കേസ് തന്നില്ലേ. ഇതാണ് കോടതിയിൽ ആവശ്യം ചെയ്തു. എതിർഭാഗം പറയാതെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു. ഇത് പ്രത്യേകം കാണാൻ BJP നേതാവ് പറയുന്നു അമുസ്ലിം വേണം. ലീഗില്ലാതെ പറയുന്നു 14 അനുസരിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും പുനഃസംഘടിപ്പിക്കാത്തതുകൊണ്ട് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കണം. ഈ 4 കേസുകളും പരാമർശിച്ചുകൊണ്ട് കേരളം ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു ഞങ്ങൾ പൂർണ്ണമായിട്ടും 14 അനുസരിച്ചുകൊണ്ട് സിറ്റിംഗ് കംപ്ലൈൻസ് കോടതി കണക്കാക്കി വെച്ചു. അത് ചേർന്ന് വെച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും 14 നടപ്പിലാക്കി. ഇൻ കംപ്ലൈൻസ് വിത്ത് മാൻഡേറ്റ് ഓഫ് സെക്ഷൻ 48 പൂർണ്ണമായിട്ടും 14 അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾ ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്ന് വെച്ചാൽ 2 മുസ്ലിമിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന് കേരളം ഹൈക്കോടതിയിൽ സ്റ്റേറ്റ്മെന്റ് സബ്മിറ്റ് ചെയ്തു. അതുകൂടി കോടതി കേസ് അവസാനിപ്പിച്ചു. എന്നാൽ വക്കം ബോർഡിന് അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനത്തിന് കീഴിൽ കൊണ്ടുപോകുന്ന പരാമർശം വന്നപ്പോൾ അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകരെ ചുമതലപ്പെടുത്തി. അഭിഭാഷകൻ പറഞ്ഞത് പൊതുസമൂഹത്തിൽ ലഭ്യമായി ഞങ്ങൾ നോൺ മുസ്ലിം ഉൾപ്പെടുത്താൻ തയ്യാർ. കേരളത്തിന്റെ ഹൈക്കോടതിയിൽ വീണ്ടും കേസ് വന്നപ്പോൾ അഡ്വക്കേറ്റ് പരസ്യമായി പറഞ്ഞു നോൺ മുസ്ലിം ഉൾപ്പെടുത്താം. എന്താ നിങ്ങളുടെ നിലപാട്? ഇന്ത്യയിൽ മധ്യപ്രദേശ് മാത്രമാണ് 2 BJP മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോർഡ് പുനഃസംഘടിപ്പിച്ചുവെങ്കിൽ മറ്റ് BJP സംസ്ഥാനങ്ങളെക്കാളും വേഗതയിൽ കേരളത്തിന്റെ സതീശൻ വഹിക്കുന്ന ഗവൺമെന്റ് 2 മുസ്ലിം ഉൾപ്പെടുത്താൻ തയ്യാറാണ് എന്ന് അംഗീകരിച്ചിരിക്കുന്നു. ഇത് മുസ്ലിം സമുദായത്തിനകത്തും പൊതുസമൂഹത്തിലും വലിയ അമർഷം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ കഴിഞ്ഞ പത്രസമ്മേളനം പുതിയതുണയാണ്. അത് LDF എല്ലാം അത് LDFിന്റെ കുഴപ്പമാണ്. കാരണം പ്രവർത്തനം അത് LDF, PMC അത് LDF, വഖഫ് LDF. ഇത് നിങ്ങളെവിടെയുള്ളത്? ഞങ്ങൾ ചെയ്ത കാര്യം കുഴപ്പമാണെന്ന് കരുതുന്നത് അത് മാത്രം ആവർത്തിക്കാനാണ് നിങ്ങളിരിക്കുന്നത്. നിങ്ങൾ അതിനെ വിമർശിച്ചുകൊണ്ടല്ലേ ജനങ്ങളെ തെറ്റിദ്ധാരണകളൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് അധികാരത്തിലേക്ക് വന്നത്. ഞങ്ങളുടെ കാലത്ത് വൈകിക്കും പറഞ്ഞാൽ ഒരു വൈകിക്കുണ്ടായി 24 കാലാവധി തീരുമ്പോ അതിന് മുമ്പ് സാധാരണ തെരഞ്ഞെടുപ്പ് സമയത്ത് 2013 ഒക്ടോബർ UDF ഭരിക്കുമ്പോൾ ബോർഡിന്റെ കാലാവധി തീർന്നു. 2014 ഒക്ടോബർ പുതിയ ബോർഡ് വന്നു. 1 വർഷം വൈകി. ആ ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ് 1 വർഷം വൈകി രൂപീകരിച്ച ബോർഡിനകത്ത് എന്തായിരുന്ന ആളാണ് ശ്രീ സംസദീയ. 2019 അന്ന് 13, 14 1 വർഷം വൈകിയപ്പോ ഈ സൂരജ് IAS അഡ്മിനിസ്ട്രേറ്റർ 19 ഞങ്ങൾ വരുമ്പോൾ തന്നെ വൈകി തെരഞ്ഞെടുപ്പ് സമയത്തെത്തും ശ്രീ ഷാജഹാൻ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ. ഇപ്പോ കാലാവധി കഴിഞ്ഞപ്പോ ഒരു കേസ് ഹൈക്കോടതിയിൽ വന്നു. ഞങ്ങൾ കേസ് തീർപ്പാക്കണം പള്ളിയുമായി ബന്ധപ്പെട്ട്. അപ്പൊ അപ്പുറത്ത് കാലാവധി തീരാണ്. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റർ ഇല്ലാതെ. പിന്നെ അപ്പോഴേക്ക് പുതിയ നിയമം വന്നു. പുതിയ നിയമം വന്നപ്പോ സുപ്രീം കോടതിയിൽ കേന്ദ്രം പറഞ്ഞു അടുത്ത ഹിയറിംഗ് വരെ ഞങ്ങൾ ഒരു സംസ്ഥാനത്തും ബോർഡ് രൂപീകരിക്കില്ല. ഉടൻ ചീഫ് സെക്രട്ടറിമാർ കണ്ടു. പിന്നെ സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. 2 സംസ്ഥാനം തമിഴ്നാട്, കേരളം ഒഴിവുകൾ ഇട്ടുകൊണ്ട് നിയമനം നടത്തി.
അപ്പൊ മുഖ്യമന്ത്രി പറയാണ് പിന്നെ മുസ്ലിം അല്ലാത്ത ഉൾപ്പെടുത്താൻ വേണ്ടിയ രണ്ടൊഴിവ്. തമിഴ്നാട് എങ്ങനെ ചെയ്തു അതേപോലെ കേരളം ചെയ്തു. തമിഴ്നാട് വഖഫ് ബോർഡിന്റെ ചെയർമാൻ മുസ്ലിം ലീഗിന്റെ മേധാവ് കൂടിയായ MP ആണ്. അവിടെയും രണ്ട് ഒഴിവിട്ടിരിക്കുന്നു, ഇവിടെയും ഒഴിവിട്ടിരിക്കുന്നു. ഇതിൽ ഒഴിവിട്ട് നമ്മളിപ്പോ ഒഴിവിടാതെ മുസ്ലിമായ അല്ലാത്ത മുസ്ലിമായ ആളുകൾക്ക് ബോർഡ് പൂർണ്ണമായിട്ട് 11 വെച്ചാൽ ബോർഡ് അപ്പത്തന്നെ നിയമവിരുദ്ധമായി. ഞാൻ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല, സുപ്രീം കോടതി പരിഗണിക്കുകയുള്ളൂ. സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്ത നിയമത്തിനകത്ത് 2 അമുസ്ലിമുകൾ മിനിമം വേണം. അപ്പൊ ഒരു അമുസ്ലിം ഇല്ലാതെ പൂർണ്ണമായി ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സുപ്രീം കോടതിയുടെ മുന്നിൽ അപ്പം തന്നെ അതിന് മുൻപ് കേസ് ഇല്ലാതാകും, നമ്മുടെ ബോർഡ് ഇല്ലാതാകും. അതുകൊണ്ട് തമിഴ്നാട് എന്ത് ചെയ്തു? ഒഴിവിട്ടു. അമുസ്ലിങ്ങളെ വെച്ചിട്ട് കേരളം എന്ത് ചെയ്തു? ഒഴിവിട്ടു. അമുസ്ലിങ്ങളെ വെച്ചിട്ട് അത് നിലപാടാണ്. കേരളം എന്ത് പറയണമായിരുന്നു ഹൈക്കോടതി? ഇത് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. വഖഫിനകത്ത് അമുസ്ലിമിനെ പാടില്ല എന്നതാണ് ഞങ്ങളുടെ നിലപാട്. കഴിഞ്ഞ ഗവൺമെന്റ് നിലപാടാണെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രമേയം പാസാക്കി. നിയമസഭയുടെ ഏകകണ്ഠമായ തീരുമാനമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതിർവരമ്പുകൾക്ക് അതീതമായി കേരളം ഒറ്റക്കെട്ടായുള്ള നിലപാടാണ്. ആ നിലപാട് തീരുമാനം വരുന്നതുവരെ തുടരണം. അത് പറയുന്നതിന് പകരം ഞങ്ങൾ ഇപ്പോൾ തന്നെ നാളെ തന്നെ വേണമെങ്കിൽ ഇന്ന് തന്നെ 2 അമുസ്ലിമുകൾ വയ്ക്കാം എന്ന തീരുമാനമാണ്. ഇത് നമ്മൾ നേരത്തെ രൂപീകരിച്ചിട്ട് വരുന്നത്. ഇപ്പൊ ഇവര് പറയുന്നത് അന്ന് രൂപീകരിച്ചിരുന്നെങ്കിൽ അമുസ്ലിം വേണ്ട. ദൈവത്തിൽ ഇത് പറയുന്നു, പുതിയ നിയമം വന്നാൽ പഴയ നിയമം അനുസരിച്ചുള്ള ബോർഡാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രം തൊഴില്ല, ബോർഡ് തൊഴിലില്ല. അമുസ്ലിം വേണം, അപ്പൊ ബോർഡ് പുതുതായി വരേണ്ടി വരും. അതാ നിയമം. ഇപ്പോ കേരളത്തിനകത്ത മുസ്ലിമുകളെ ഇടതുപക്ഷ വിരുദ്ധതയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നന്നായി പണിയെടുത്ത് അടുത്ത മണലുണ്ടാക്കിയില്ല. അപ്പൊ പൂർണ്ണമായി വഖഫിനകത്ത് BJP വിജയമായി. മറ്റെല്ലാ കാര്യങ്ങളിലേക്ക് ഇപ്പൊ നോക്കൂ. ഇപ്പോൾ യോഗം തുടങ്ങുമ്പോൾ ജയിക്കുക ആദ്യം ജനറേറ്ററുള്ള ഇല്ലേ? പണ്ടാണെങ്കിൽ ജനറേറ്ററുള്ള കഴിയും എഴുതി വഴക്ക് ഇതൊക്കെ കുട്ടികൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ നോക്കൂ, എല്ലാ വീട്ടിലും ഞാൻ മുഴുവനാവുമ്പോഴേക്കും എല്ലാ വലിയ വീട്ടിൽ എപ്പോഴാണ് പോകാൻ അറിയിക്കുക. ലോകപ്പ് സമയത്തൊക്കെ പുതിയ ജനലക്ഷം നിയമമാണ്. അപ്പോഴാണ് ആരോപണം അവർ കലാപം വെച്ച് അത് റദ്ദാക്കിക്കളഞ്ഞു. എമ്മയുടെ കരാർ ഒപ്പുവെച്ചത് 2014 കരാർ ഒപ്പുവെച്ചു. എന്ന് വൈദ്യുതി വാങ്ങിക്കാൻ നിങ്ങൾ ഒപ്പുവെച്ചത് 2016 മുതൽ വാങ്ങിക്കാം. 2016 വാങ്ങിക്കേണ്ടതിന് ആര്യാടെ മുകളിൽ ഉമ്മൻചാണ്ടി 14 കരാറുണ്ടാക്കി. 850 മെഗാവാട്ട് വാങ്ങിക്കാൻ 25 വർഷത്തേക്ക്. 65,000 കോടി രൂപയിലധികം 65,000 മുതൽ 70,000 കോടി രൂപ വരുന്ന കരാർ ഒപ്പുവെച്ചത് അതിതാല്പര്യം വെച്ചത് റെഗുലേറ്ററി കമ്മീഷൻ അംഗീകാരം വാങ്ങിയില്ല, മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. ഈ പ്രശ്നം വന്നു. ഞങ്ങൾ 2016 അധികാരത്തിൽ വന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇനി കരാർ റദ്ദാക്കി പുതിയ കരാറിലേക്ക് വരാൻ സമയമെടുക്കും. അത് ജനങ്ങളെയാണ് പ്രതികൂലമായി ബാധിക്കുമെന്നതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് തൊട്ടില്ല. 2014 ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിലേക്ക് ആര്യാട് മുഹമ്മദ് ഈ കരാർ ഒപ്പുവയ്ക്കുമ്പോ ഞങ്ങൾ ഇടതുപക്ഷം അന്ന് നിയമസഭയിൽ ശക്തമായി വിമർശനം ഉന്നയിച്ചു. ഇതിനകത്ത് അഴിമതിയുടെ ഭാഗമുണ്ട് എന്ന് കണ്ടു. എങ്കിൽ പോലും അധികാരത്തിൽ വന്നപ്പോ കരാർ ഞങ്ങൾ തൊട്ടില്ല. 14 കഴിഞ്ഞു, ഒരു വർഷമുണ്ട്. 17, 18, 19, 20, 21, 5 വർഷം ഒന്നാം പിണറായി സർക്കാർ ഒരു പാട്ടവും ആ കരാറിനകത്തുണ്ടായില്ല. മുഖ്യമന്ത്രി പറയാണ് ഞങ്ങൾ 14 ഒപ്പുവെച്ചു, ഞങ്ങൾ ആ കരണ്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവർ വന്നപ്പോ ഗവൺമെന്റ് ഉണ്ടാക്കി. നിങ്ങൾ ഒരു യൂണിറ്റ് പോലും വാങ്ങിയിട്ടില്ല. കാരണം നിങ്ങൾ ഉണ്ടാക്കിയ കരാർ 2014 വൈദ്യുതി വാങ്ങാനല്ല. നിങ്ങൾ ഉണ്ടാക്കിയ കരാർ 2015 വൈദ്യുതി വാങ്ങാനല്ല. നിങ്ങൾ ഉണ്ടാക്കിയ കരാർ 14 വെച്ചത് 16 ലക്ഷം വാങ്ങിക്കാനാണ് 22 വർഷത്തേക്ക്. അത് ഞങ്ങൾ വാങ്ങി. ഞങ്ങൾക്ക് വിമർശനമുണ്ടായിരുന്നു. എന്നാൽ അതിനകത്ത് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എന്ന് കരുതി ഞങ്ങൾ ജനതാല്പര്യത്തെ വാങ്ങി. 5 വർഷം ഒന്നാം പിണറായി സർക്കാർ പൂർണ്ണമായിട്ട് കരാർ. 22 ഞങ്ങൾ ശ്രദ്ധയില്ല. 23 ഹൈക്കോടതി കേസ്. റെഗുലേറ്ററി കമ്മീഷനോട് ഹൈക്കോടതി പറഞ്ഞു 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. റെഗുലേറ്ററി കമ്മീഷൻ പരിശോധിച്ചിട്ട് പറഞ്ഞു ഇവ റെഗുലേറ്ററി കമ്മീഷന്റെ മുന്നനുമതി വാങ്ങിക്കാമായിരുന്നു. വൈദ്യുതി മത്സരിച്ചുകൊണ്ട്
അതോടൊപ്പം തന്നെ 850 മെഗാവാട്ട് വാങ്ങിക്കുന്ന കരാർ നിങ്ങൾ 2 കരാറുകളാക്കി മാറ്റി. ഒറ്റ ടെൻഡറിടാതെ 2 കരാറാക്കി. ആ 2 കരാറാക്കണമെങ്കിൽ കേന്ദ്രത്തിന് അനുമതി മുൻകൂട്ടി വാങ്ങണമായിരുന്നു, ചെയ്തില്ല. നിങ്ങൾ എൽമണിന് കൊടുത്തിട്ടില്ല, ഏറ്റവും കുറഞ്ഞ ആൾക്ക് കൊടുക്കില്ല. ഇത് സംസ്ഥാനത്തിന് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാക്കും. റെഗുലേറ്ററി കമ്മീഷൻ റദ്ദു ചെയ്തു. റെഗുലേറ്ററി കമ്മീഷൻ റദ്ദു ചെയ്തത് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 23 7 വർഷം കഴിഞ്ഞതാണ്. അപ്പോഴേക്കും വൈദ്യുതി വില കൂടി. ഇനി പുതിയ കരാറിലേക്ക് പോയാൽ അതിലേക്ക് പോകും. അതുകൊണ്ട് ക്യാബിനറ്റ് ചർച്ച ചെയ്തു. ക്യാബിനറ്റ് ചർച്ച ചെയ്തു. വൈദ്യുതി നിയമത്തിൽ 108, 150 വകുപ്പുകൾ അനുസരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുത്തു. ആ തീരുമാനം റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ സമർപ്പിച്ചു. ഇവ റദ്ദു ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എതിർപ്പൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി റദ്ദു ചെയ്താൽ കൂടുതൽ ബാധ്യതയിലേക്ക് എത്തിക്കും. റദ്ദു ചെയ്യാൻ പാടില്ല. ഗവൺമെന്റ് റെഗുലേറ്ററി കമ്മീഷൻ മുന്നിൽ ആവശ്യപ്പെട്ടു. റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു. എന്നാൽ കമ്പനികൾ നേരെ അതിനെ ഇവര് റിപ്പോർട്ടിലേക്ക് പോയി. അതിന് നേരത്തെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് ആ ഗവൺമെന്റിന്റെ ആവശ്യം അംഗീകരിച്ച റെഗുലേറ്ററി കമ്മീഷൻ നിലപാട് അത് റദ്ദാക്കി. അത് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി അത് അംഗീകരിച്ചു. ഇപ്പൊ സുപ്രീം കോടതി വരികയാണ്. ഇവരെവിടെ ഗവൺമെന്റ് നിലപാട്? നിങ്ങൾ അഴിമതിക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് പകല് പോലെ വ്യക്തമാണ്. പോലും അത് കഴിഞ്ഞിട്ട് വാങ്ങി തുടങ്ങേണ്ട ഘട്ടത്തിൽ വീണ്ടും പഴയതിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി 7 വർഷവും ഞങ്ങൾ വാങ്ങിക്കൊണ്ടേയിരുന്നു. ഇത് റദ്ദാക്കിയിട്ട് പിന്നെ ഞങ്ങൾ വരുത്തില്ലേ? ഓർമ്മയുണ്ടായി, ദോഷമുണ്ടായി. അവസാന സമയം നിന്നും ആലോചിച്ച് നോക്കൂ. ഇറാൻ അമേരിക്ക അഭിനിവേശം, ഗ്യാസ് കിട്ടുന്നില്ല, ഇൻഡക്ഷൻ കുക്കറുകൾ കേരളത്തിന്റെ അടുക്കളകളിൽ ആധിപത്യം പുറത്തിയ 2-3 മാസമൊക്കെ നേരത്തെ ഉപയോഗിച്ചതിന്റെ 3-4 ഇരട്ടി വൈദ്യുതി ഓരോ വീടും ഉപയോഗിച്ചില്ലേ? കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം ഉണ്ടായില്ലേ? ഒരു മിനിറ്റ് ദോഷത്തിൽ കേരളത്തിലുണ്ടായോ? അപാരടകമൊക്കെ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ മികവാണ്. ഞങ്ങൾ 10 വർഷം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് വന്നതാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ കഴിഞ്ഞത്. പക്ഷെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വെച്ചു ഇവർ മതനിരപേക്ഷത കിട്ടു, ഇതാ പ്രശ്നം, ഇങ്ങനെ ഓരോന്നും വെള്ളത്തിൽ വിളമ്പി അവസാനം ഒരു പ്രത്യേക വിജയിച്ചുണ്ടായി കൊള്ളാമെന്ന് പലരും പറയാൻ തുടങ്ങി. ഒപ്പം ഞങ്ങളുടെ ഭാഗത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെന്നതാകെ സമ്മതികരിച്ചു. എല്ലാം കൂടി വന്നപ്പോ ഈ വിധിയെടുപ്പിലേക്ക് ഇപ്പൊ ജനങ്ങളുടെ ചിന്തമാണ് അടുത്ത തെരഞ്ഞെടുപ്പ് പോകാൻ നല്ല പുതിയ നിയമം അറിയിക്കില്ല. നിന്ന് വോട്ട് ചെയ്ത് ഇടതുപക്ഷത്തെ പുറത്താക്കി UDF നിലപാടുകളുടെ ആളുകൾ എന്ന് കരുതി അധികാരത്തിൽ കൊണ്ടുവന്ന ആളുകൾ ഇപ്പൊ കിടന്നിട്ട് തിരിഞ്ഞ് മറന്ന് കിടക്കുകയാണ്. കണ്ടുണ്ട് മുഴുവൻ കഴിക്കണം, വില കയറിക്കൊണ്ടിരിക്കുന്നു. മതനിരപേക്ഷതയും അപ്പുറത്ത് വെച്ചു. BJP തന്നെയാണോ ഭരിക്കുന്നതെന്ന് സംശയം തോന്നുന്നത് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. നമുക്ക് മാത്രമല്ല കോൺഗ്രസിലാണ് സംശയം. സെക്രട്ടറി സംശയം അന്താരാഷ്ട്ര കടൽപാതയുമായി ചേർന്ന് സീ റൂട്ടുകളിൽ നിൽക്കുന്ന ഏറ്റവും അടുത്ത് ആഴമുള്ള തുറമുഖമാണ്. അതിന്റെ പദ്ധതി ഉപയോഗിക്കണം. 10 വർഷം അതിനു വേണ്ടി 7 വർഷം കാലമായി ശ്രമിച്ചു. ആ കരാറിന്റെ തത്വമായിരുന്നു ഞങ്ങൾ ഉന്നയിച്ച് ശരിയാണെന്ന് മനസ്സിലായി. കാരണം 2500 കോടി മാത്രം മുടക്കേണ്ട കമ്പനി അതിന്റെ തുക മുടക്കി കഴിഞ്ഞിട്ടില്ല. അതിന്റെ 49% കിട്ടുമ്പോൾ 13,700 കോടി ഇപ്പൊ കിട്ടണമെങ്കിൽ എങ്ങനെയുണ്ട് തരാം? സാധാരണ ഞങ്ങൾ പറഞ്ഞല്ലോ അദാനിക്ക് വേണ്ട വരി വെക്കാൻ നമുക്ക് 30 വർഷം കഴിഞ്ഞിട്ട് ഇതിന്റെ വിഹിതം കിട്ടാൻ 30 വർഷം കാത്തിരിക്കും. അത് അദാനിക്കാണ്. പണം മുടക്കുന്നത് 70% പണമാണ്. 69 പേര് വൈദ്യുതി 29% അദാനി മുടക്കുന്നത്. അങ്ങനെ മുടക്കിയിട്ട് ഇപ്പൊ കണ്ടില്ല. അതിനകത്ത് ഞങ്ങൾ പറഞ്ഞു പഴയ അപ്രൂവൽ. അപ്പോ മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. കുഴപ്പമില്ല, അറിയിക്കുക എന്ന് പറഞ്ഞാലല്ല, കരാറിനകത്ത് മുൻകൂർ അനുമതി ഉണ്ടാകണം. എന്തിനാ മുൻകൂർ അനുമതി? കേരളത്തിന് താല്പര്യം സംരക്ഷിക്കാൻ. ആ കേരളത്തിന് താല്പര്യമല്ല അദാനിയുടെ കമ്പനി.
അപ്പൊ ജനത പറയുന്നത് മംഗലാപുരത്തേക്ക് പോയത് എന്തോ ചാക്ക ചെയ്ത് വിമാനത്തിലാണ് അന്ന് ഉണ്ടാക്കിയ ചാക്കാണ് അങ്ങനെയില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി മാറിയ ഒരാള് ചാക്ക ചെയ്ത് വിമാനത്തിലാണ് പോയത്, ഓട്ടോറിക്ഷയിലല്ല. ഇതിന്റെ കാശാണ് അദ്ദേഹത്തിന്റെ ഇരുത്തി വിളിക്കുന്നത്. അദ്ദേഹം പറയണം ചാക്ക വിമാനത്തിൽ പോയിട്ട് അത്യാവശ്യം കഴിഞ്ഞ കമ്പനി അല്ലെങ്കിൽ അയാളുടെ സുഹൃത്ത് അവർ മുടക്കിയതായി നല്ല വെളിച്ചത്തിലേക്ക് വരാനോ എന്നിട്ടത് വിട്ടുപോകും. അതുകൊണ്ട് പറഞ്ഞതിന് കടക വിരുദ്ധമായി കേരളത്തിന്റെ നേട്ടങ്ങൾ ഒരു വശത്ത് അട്ടിമറിക്കുന്നു, മറുവശത്ത് വർഗീയ ശക്തികൾക്ക് കേരളത്തെ പണയപ്പെടുത്തുന്ന സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ അതിശക്തമായ പ്രതിഷേധത്തിന്റെ നാളുകളാണ് കേരളം കാണാൻ പോകുന്നത്. യുവജന പ്രസ്ഥാനം ഓരോ പുസ്തകങ്ങൾക്കിടത്തും ക്രിയാത്മകമായി ഇടപെട്ടുകൊണ്ട് പുതിയ തലമുറയിൽ പുതിയ രൂപത്തിലുള്ള സമരങ്ങളിലൂടെയും പ്രചരണത്തിലൂടെയും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായി കരുത്തുള്ളവരാക്കി മാറ്റി ഓർമ്മയിൽ ഉറച്ചുകൊടുക്കുന്നവരാക്കി മാറ്റാൻ കഴിയണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെ പൊതുസമ്മേളനം ഉദ്ഘാടനം അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും